വൈശു ആനന്ദും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈശുവിന് ആനന്ദിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇക്കാര്യം ആനന്ദിനെ അറിയില്ലായിരുന്നു. അവള് ക്ലാസ് ടൈമിലൊക്കെ ആനന്ദിനെ തന്നെയാണ് നോക്കിയിരിക്കാറ്. ആക്സിഡന്റലി അവർ തമ്മിൽ ഒന്ന് ടച്ച് ചെയ്താൽ പോലും അവൾക്ക് വലിയ സന്തോഷവും ഭയങ്കര ഗൂസ്ബംസ് ഒക്കെ ആയിരിക്കും. വൈഷ്ണവിയുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീടായിരുന്നു ആനന്ദിന്റെയും. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്ന് എപ്പോഴും ആനന്ദ് കളിക്കുന്നതല്ല ഇവള് നോക്കുമായിരുന്നു. ആനന്ദിനെ ഇവളിങ്ങനെ നോക്കുന്ന കാര്യം ആനന്ദിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അത് ആനന്ദിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് മുതലാണ് ആനന്ദും വൈഷ്ണവിയെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. അവളെ എടുത്തു വിളിച്ച് എന്റെ പേരെന്താ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് ആനന്ദിനോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിലുള്ള സാറ് രാഗിയുടെ ആണെന്നും പറഞ്ഞ് ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളുടെ കയ്യിലും രാഗി കെട്ടിക്കൊടുക്കണം എന്ന് പറയാണ്. ആക്ച്വലി ഈ സാർ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ എപ്പോഴും വൈഷ്ണവി ആനന്ദിനെ നോക്കിയിരിക്കുന്നത് ഈ സാറ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ പെൺകുട്ടികളെ കൊണ്ടും സാർ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. വൈഷ്ണവിക്ക് ആനന്ദിന്റെ കയ്യിൽ രാഗി കെട്ടാനായപ്പോ അവളാന്ന് വെച്ചാൽ കെട്ടാൻ വിസമ്മതിക്കുകയാണ്. അവൾ കെട്ടില്ല എന്ന് പറയാണ്. ഇത് കണ്ട് സാറും അവളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ആനന്ദിനും ശരിക്കും ഷോക്ക് ആവാണ് ചെയ്തത്. ഇത്രയും ധൈര്യത്തില് ഒരു പെൺകൊച്ച് സാറിനെ എതിർത്ത് ഇങ്ങനെ പെരുമാറുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സാറിന് ഇത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന സാറും അവളെ ഒരുപാട് അടിക്കുന്നുണ്ട്. അവ ആ ഒരു അടി കൊണ്ടെങ്കിലും അവള് രാഗി കെട്ടാൻ സമ്മതിച്ചില്ല. അന്ന് സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് ആനന്ദിന് വൈഷ്ണവിയോട് വലിയ ഇഷ്ടം തോന്നാണ്. തനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചല്ലോ. വൈഷ്ണവിയെ വിളിച്ച അവനും ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാണ്. അവൾ അത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. അന്ന് മുതൽ അവര് രണ്ടുപേരും പ്രണയിക്കാനായിട്ട് തുടങ്ങാണ്. ഇന്നേ വരെ വൈഷ്ണവിയെ ശ്രദ്ധിക്കാത്ത ആനന്ദ് അവന്റെ വീടിന്റെ ഫ്രണ്ടില് വൈഷ്ണവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇത് കണ്ട വൈഷുവിന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. വൈഷുവിന് ഗിഫ്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതറിഞ്ഞ ആനന്ദ് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഫോണിന്റെ ബോക്സിൽ സോപ്പും പെട്ടി വെച്ച് കൊടുക്കാണ്. സോപ്പും പെട്ടി ആയിട്ട് പോലും എനിക്ക് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആനന്ദിനും അവൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതല്ല ഇഷ്ടമാണെന്ന് മനസ്സിലാവാണ്. അവളുടെ സന്തോഷം കാണാൻ അവനക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവർക്ക് സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഒരു പണി കഴിയാത്ത ബിൽഡിംഗ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പ്രേമം തുടങ്ങിയത് അവിടെ നിന്നാണ്. അവരിനി മുന്നോട്ട് പ്രേമിക്കാൻ പോകുന്നതും അവിടെ വെച്ച് തന്നെയാണ്. ഇപ്പൊ ആനന്ദ് ഒരു ദിവസം വൈഷുവിന് ഒരു ടെഡി ഒന്നും ഉണ്ട്. ആനന്ദ് അപ്പോ എനിക്ക് പഠിപ്പില്ല, അച്ഛനും മരിച്ചു, അമ്മക്കാണെങ്കിൽ ചെവിയും കേൾക്കൂല, സംസാരിക്കാനും പറ്റൂല, പൈസ ഇല്ല, നീ എന്നെ വിട്ടിട്ട് പോകുമെന്നെല്ലാം ചോദിക്കുമ്പോൾ അവളും ഞാൻ മരിക്കുന്നവരെ നിന്റെ കൂടെ ഉണ്ടാവും, നീ ഇപ്പൊ വിളിച്ചാലും ഞാൻ നിന്റെ കൂടെ വരും എന്നെല്ലാം പറയാണ്. ആനന്ദ് അങ്ങനെ പഠിപ്പ് നിർത്തി ഓട്ടോ ഓടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വൈഷ്ണവി ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ. പിന്നീടാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നതും ഇവരുടെ ജീവിതം തന്നെ മാറുന്നതും. അതെന്താണെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.